നിങ്ങൾ എന്താണ് ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ട് അങ്ങനെ അങ്ങ് പതറി പോകണ്ട. കാരണം എങ്ങനെയാണ് ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തിൽ ഞാൻ 180ഉം 170ഉം ഒക്കെ മേടിക്കുന്നതെന്നുള്ളതാണ് പിള്ളേരുടെ ടെൻഷൻ. ഇത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ 100+ കിട്ടുന്നത് തന്നെ ഒരു എന്താണ് നല്ലൊരു നേട്ടത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാവുന്ന ഒരു സ്കോറിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കും. ഫീൽഡ് ഡ്യൂ ടു ലീനിയർ ചാർജ് ഒരു ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ഡ്യൂ ടു സ്പിയർ വേറെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഷെല്ല് വേറെ ഇക്വേഷൻ. നിങ്ങൾ ഈ ഇക്വേഷൻ എല്ലാം ഡയറക്റ്റായിട്ട് അങ്ങ് കാണാതെ പഠിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് ക്ലിയർ ആവാത്തത്. ക്ലാസ്സിലാണെങ്കിൽ ഒരു സാറ് കറക്റ്റ് നിങ്ങൾക്ക് എന്താണ് സ്പൂൺ ഫീഡ് ചെയ്ത് തരാണ്, ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് നമ്മൾ ഈ എഴുതി പഠിക്കുന്ന ആ ഒരു എഫക്റ്റേ നിങ്ങൾ റൂമിൽ വന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം നമ്മൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മളായിട്ട് തിങ്ക് ചെയ്ത് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, ഏത് കൺസെപ്റ്റ് അപ്ലൈ ചെയ്താണ് ഇത് ചെയ്യുന്നത്, ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴേ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു 11th സ്റ്റുഡൻറ്റ് ഒരു 12th സ്റ്റുഡൻറ്റിൽ നിന്ന് മാറി ഒരു നീറ്റ് ആസ്പിറൻറ്റിൻ്റെ ലെവലിലേക്ക് വളർന്നു വരത്തുള്ളൂ. ശരിക്കും ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നീറ്റ് 2026 എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നീറ്റിന് എത്ര ദിവസം ബാക്കിയുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലും എനിക്ക് ഇൻസ്റ്റഗ്രാമിലും വന്നിട്ടുള്ള മെസ്സേജ്, ഏറ്റവും കൂടുതൽ വന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം ഭയങ്കര അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചേച്ചി ചെയ്യിപ്പിക്കുന്നത് ഫിസിക്സിനകത്തിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്, അതൊന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല, എങ്ങനെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് എക്സാമിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 80% ക്വസ്റ്റ്യൻസ് ഈസി ടു മോഡറേറ്റ് ആയിരിക്കും, ബാക്കി 20% ക്വസ്റ്റ്യൻസ് ടഫായിരിക്കും. പക്ഷേ ഇതിൽ നിന്നൊക്കെ വേറിട്ട് കഴിഞ്ഞ പ്രാവശ്യം, അതായത് നീറ്റ് 2025 വന്നപ്പോഴത്തേക്കും എന്താ പറ്റിയത്, 50% ക്വസ്റ്റ്യൻസ് മോഡറേറ്റ് ആയിരുന്നു, ബാക്കി 50% ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എന്ത് പറ്റി, മൊത്തത്തിൽ എക്സാം ടഫായി. അപ്പോൾ നീറ്റ് 2025 എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മളെ ഇങ്ങനെ എന്താണ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. കാരണം നമ്മൾ എന്താണ് കണ്ട് പരിചയം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ആ ഒരു കോൺഫിഡൻസ്, ഇൻ കേസ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് എങ്കിലും കാണും. തെറ്റിപ്പോവോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യം, പക്ഷെ നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് കാണും. ഇത് റിപ്പീറ്റഡായിട്ട് ഈസി ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തവർക്ക് പെട്ടെന്ന് ഈ ടഫ് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴത്തേക്കും അത് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ ഇങ്ങനത്തെ രീതിയിൽ, അതായത് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇട്ട് ട്രെയിൻ ചെയ്തുകൊണ്ട് വരുന്നത്. പിന്നെ ഇപ്പം ഇൻ കേസ് ഇപ്പോൾ ഇത്രയും ടഫായിട്ടുള്ളൊരു എക്സാം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫിസിക്സിൽ ഒരു 100 മാർക്ക് സ്കോർ ചെയ്താൽ പോലും അതൊരു ബെറ്റർ സ്കോറിലേക്ക് നിങ്ങളെ എത്തിക്കും. അതായത് ഇപ്പം ബാക്കി എന്താണ് ബയോളജിയും കെമിസ്ട്രിയും കൂടെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബെറ്റർ സ്കോർ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ട് അങ്ങനെ അങ്ങ് പതറി പോകണ്ട. കാരണം എങ്ങനെയാണ് ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തിൽ ഞാൻ 180ഉം 170ഉം ഒക്കെ മേടിക്കുന്നതെന്നുള്ളതാണ് പിള്ളേരുടെ ടെൻഷൻ. ഇത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ 100+ കിട്ടുന്നത് തന്നെ ഒരു എന്താണ് നല്ലൊരു നേട്ടത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാവുന്ന ഒരു സ്കോറിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് സമാധാനപ്പെടും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടഫ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിലും നിങ്ങൾക്കത് എന്താണ് കാൽക്കുലേഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ടഫായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഭയങ്കര കൺസെപ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനിലെ കൺസെപ്റ്റ് നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് ടഫായിട്ട് വരാം. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമുക്കെപ്പോഴും എന്താണ് ഒരു ക്വസ്റ്റ്യൻ ടഫായിട്ട് തോന്നുന്നത്. പിന്നെയും കുറേ മൈനറായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തത്, നമ്മൾ ഇക്വേഷൻ ഓർക്കാത്തത്, അങ്ങനെയൊക്കെ. അതൊക്കെ നമുക്കൊരു എന്താണ് സെക്കൻഡറി ആയിട്ട് പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രൈമറി ആയിട്ട് നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ എന്താണ് ഭയങ്കര ടഫ് ആയതുകൊണ്ട് നമുക്ക് കിട്ടാത്തതുണ്ട്. അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് റിപ്പീറ്റഡായിട്ട് പ്രോബ്ലംസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കാരണം റിപ്പീറ്റഡായിട്ട് പ്രോബ്ലംസ് ചെയ്താലേ നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എത്ര ടഫ് കാൽക്കുലേഷൻ ആണെങ്കിലും നമുക്ക് അത് ആ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തേ പറ്റൂ. ചില കൊച്ചുങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഇപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പം ഒരു MDജിയുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്താന്ന് വെച്ചോ, എന്താണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നോക്കും, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും, എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ സൊല്യൂഷൻ എടുത്ത് നോക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു സൊല്യൂഷൻ നോക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും അതൊരുപോലെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ, അതായത് ആ ഒരു തിങ്കിങ് എബിലിറ്റി നമ്മുടെ അങ്ങ് നശിച്ചു പോടാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം, എന്നിട്ട് ആ ഒരു രീതിയിൽ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ നമ്മൾ ആൻസർ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ ഒരു തിങ്കിങ് ആ ഒരു കാര്യം വേണ്ടി വരുന്നില്ല. നമ്മളിപ്പം നോക്കി ചെയ്യാനിപ്പോൾ ആർക്കാണ് പറ്റാത്തത്?
ഇപ്പം ജസ്റ്റ് ഇപ്പം 30 × 50 / 20 അത് ചെയ്യാനപ്പോൾ ആർക്കാണ് പറ്റാത്തത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ആ ഒരു ഏത് ഇക്വേഷനാണ് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്, ഏത് കൺസെപ്റ്റാണ് അതിനകത്തിൽ വരുന്നത്, അതൊക്കെ നമ്മൾ തിങ്ക് ചെയ്തിട്ട് ആ ഒരു ഇക്വേഷനിലേക്ക് എത്തി ആ ഒരു ആൻസറിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ മൊത്തത്തിൽ സോൾവ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന പരിപാടി, നിങ്ങളെന്നല്ല ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന പരിപാടി ഈ സൊല്യൂഷൻ നോക്കി ചെയ്യലാണ്. ഇപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ നോക്കി ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ഒരു 20 മിനിറ്റിൽ കൂടുതൽ എടുക്കും, ചിലപ്പോൾ ഒരു 40 മിനിറ്റ് എടുത്തെന്ന് വെച്ചോ. ആ 20 മിനിറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ സൊല്യൂഷൻ നോക്കി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വർക്കൗട്ട് ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതാവും. നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ സ്കില്ലും നമ്മുടെ ആ ഒരു തിങ്കിങ് എബിലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. പിന്നെ രണ്ടാമത്തെ കാര്യം കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമുക്കറിയാം, നിങ്ങൾ 2 വർഷം പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷം നിങ്ങളുടെ തലയിലേക്ക് കുത്തിക്കയറ്റുന്നത്. അപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്തേക്കുന്ന ടൈം 10 മണിക്കൂർ, ചിലപ്പോൾ 10 മണിക്കൂറും കാണത്തില്ല, ചിലപ്പോൾ 5-6 മണിക്കൂറായിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 ഒക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മണിക്കൂർ എടുത്തിട്ടായിരിക്കും. പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്കൂളിൽ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു A+ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു A1 കിട്ടാൻ വേണ്ടിയിട്ടുള്ള പഠിത്തമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും തിയറി ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സ്കൂളിലൊക്കെ ചോദിക്കുന്നത്. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ്റെ ഡെറിവേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഫിസിക്സിൽ കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു നീറ്റിൻ്റെ ലെവലിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബേസിക്സ് മുതൽ പഠിച്ച് തുടങ്ങുന്നത്. കാരണം അവിടെ മാത്രമാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല കൺസെപ്റ്റ് വേണ്ടുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം ഭൂരിഭാഗം ഈ ഒരു സമയത്തിൻ്റെ ലിമിറ്റേഷൻ വരുമ്പോഴത്തേക്കും ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ വന്നിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ട് ഇപ്പോൾ S = UT + ½ AT², F = 1/4πε0, Q1 Q2/r², ഇങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങ് ഇക്വേഷൻ പഠിപ്പിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Q ചാർജ് ആണെന്നറിയാം, R ഡിസ്റ്റൻസ് ആണെന്നറിയാം, പക്ഷേ എന്നാലും നമുക്ക് പറ്റുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലീനിയർ ചാർജ് ഒരു ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്പിയർ വേറെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഷെല്ല് വേറെ ഇക്വേഷൻ. നിങ്ങൾ ഈ ഇക്വേഷൻ എല്ലാം ഡയറക്റ്റായിട്ട് അങ്ങ് കാണാതെ പഠിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് ക്ലിയർ ആവാത്തത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ പഠിക്കുക, ആ ഒരു ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് ഈ സ്പിയറിലേക്ക് വരുമ്പോഴും ഷെല്ലിലേക്ക് വരുമ്പോഴും ലീനിയർ ചാർജിലേക്ക് വരുമ്പോഴും ഇക്വേഷൻസ് മാറുന്നത്, അത് നമ്മൾ കറക്റ്റ് അതിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. ഡെറിവേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഡെറിവേഷൻ ഒന്ന് നോക്കുക. എന്നാലും മാത്രം നമ്മളിങ്ങനെ മൾട്ടിപ്പിളായിട്ട് പല ഇക്വേഷൻസും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിൽ അത് നിൽക്കത്തില്ല. ഇനിയിപ്പോൾ ഈ ഇക്വേഷൻ വിട്ട് ഇത്തിരി കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ അറിയത്തും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഈ ഡെറിവേഷൻ നോക്കണമെന്ന് പറയുന്നത്. ഡെറിവേഷൻ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഇക്വേഷൻ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ 2 മേജർ പ്രോബ്ലംസിനെ പറ്റിയിട്ടും പറഞ്ഞു. അതായത് കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആയത് കാരണം ഒന്നുകിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടഫ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് കിട്ടാത്തത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ ടഫ് ആവാം. മൈനറായിട്ടുള്ള പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തത്. അതും നമുക്ക് ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ചില കൊച്ചുങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കും, വേറെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ ഒന്നും അറ്റംപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ പറ്റുന്ന പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ ഒരു സാറ് കറക്റ്റ് നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരാണ്, ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ഈ എഴുതി പഠിക്കുന്ന ആ ഒരു എഫക്റ്റേ നിങ്ങൾ റൂമിൽ വന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം നമ്മൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മളായിട്ട് തിങ്ക് ചെയ്ത് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, ഏത് കൺസെപ്റ്റ് അപ്ലൈ ചെയ്താണ് ഇത് ചെയ്യുന്നത്, ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴേ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു 11th സ്റ്റുഡൻറ്റ് ഒരു 12th സ്റ്റുഡൻറ്റിൽ നിന്ന് മാറി ഒരു നീറ്റ് ആസ്പിറൻറ്റിൻ്റെ ലെവലിലേക്ക് വളർന്നു വരത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ സാധാ എക്സാം അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു സ്കില്ലോ കാര്യങ്ങളോ ഒന്നും പോരടാ, അത്യാവശ്യം നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഈ ഇക്വേഷൻസ് ഓർക്കാത്തത്, അതിനും നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം തന്നെ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ നോക്കുക. കാരണം കൂടുതൽ കൊച്ചുങ്ങൾക്ക് ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നത് ലീനിയർ ചാർജിൻ്റെ ഇക്വേഷൻ എടുത്ത് സ്പിയറിൻ്റെ ഇക്വേഷൻ എടുത്ത് ഷെല്ലിനും ഒക്കെ എഴുതേണ്ടി വരുന്നത് നിങ്ങൾ പക്ക കാണാതെ പഠിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഡെറിവേഷനൊക്കെ കറക്റ്റ് നോക്കിയാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിലങ്ങ് പതിയും. നിങ്ങൾക്ക് പിന്നെ ഇത് പക്ക ഒരു കാണാപ്പാഠം രീതിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്.
പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു ഇക്വേഷൻ ബുക്ക് കീപ്പ് ചെയ്യണം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ പറയുന്നതാണ്. ഈ ഇക്വേഷൻ ബുക്ക് കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനകത്ത് ഇപ്പോൾ ഒരു ഇക്വേഷൻ എഴുതി S=ut+12 അങ്ങനെ മാത്രം എഴുതാതെ അതിൻ്റെ തന്നെ ഒരു സോൾഡ് എക്സാമ്പിൾ അതിൻ്റെ തൊട്ട് താഴെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്ലിക്കാവും. നമ്മൾ പിന്നെ ഇങ്ങനെ വായിച്ച് നോക്കണ്ട. S ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, U വെലോസിറ്റി ആണ്, T ടൈമാണ്, A ആക്സലറേഷൻ ആണ്. ഇങ്ങനെ വായിച്ച് നോക്കേണ്ട കാര്യമില്ല. ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മളൊന്ന് ഓടിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് പക്കായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പോഴാണ് ഈ U എന്ന് പറയുന്നത് എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി മാത്രം ആവുന്നത്. ഇനി അങ്ങോട്ട് പല ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴത്തേക്കും U ചിലപ്പം അറ്റോമിക് മാസ് യൂണിറ്റ് ആവാം, U ചിലപ്പം പൊട്ടൻഷ്യൽ എനർജി ആവാം, അങ്ങനെ പല സംഭവങ്ങളും ആവാം. അപ്പോൾ നമ്മൾ ഈ ഒരു സോൾഡ് എക്സാമ്പിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിലും ഇതിപ്പോൾ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ്. നമ്മൾ അങ്ങോട്ടുള്ള ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ടേമും ആ ടേമിന് പല വാല്യൂസ് ഫിസിക്സിനകത്തിൽ തന്നെ അങ്ങോട്ടും വരുമ്പം നമുക്കത് കോംപ്ലിക്കേറ്റഡ് ആവും. അതേസമയം നിങ്ങൾ ഒരു സോൾഡ് എക്സാമ്പിളും കൂടെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഈസി ആവും നമ്മളുടെ കാര്യങ്ങൾ. പിന്നെ ഇതിനൊക്കെ പുറമെ നമുക്ക് വേണ്ടുന്നത് ഒരു കോൺഫിഡൻസ് ആണടാ. അതായത് ഇപ്പം അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്നെക്കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളങ്ങ് കളയുക. നമ്മൾ എന്തായാലും തുനിഞ്ഞിറങ്ങി നമ്മൾ ഈ ഒരു കൊല്ലം വേറെ ഒന്നിനു വേണ്ടിയിട്ടും ചിലവാക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ടുള്ള മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെ ഇതിൻ്റെ താഴെയും കോഴ്സുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഇതിൻ്റെ താഴെ അഗ്രികൾച്ചർ ഉണ്ട്, BDS ഉണ്ട്, എന്തൊക്കെ കോഴ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ നീറ്റിന് പഠിക്കാൻ, അതായത് MBBS ടാർഗറ്റ് ചെയ്ത് പോകുന്നവർ തന്നെയാണ് ഇതിൻ്റെ താഴോട്ടുള്ള ഏത് കോഴ്സ് എടുക്കുന്നതും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പിന്മാറി ഒന്നും ഇല്ലാതാവുന്നതിനേക്കാട്ടിലും നല്ലത് നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. കിട്ടുവാണെങ്കിൽ നമുക്ക് MBBS തന്നെ കിട്ടട്ടാ. പിന്നെ താഴെയും കോഴ്സുകളുണ്ടല്ലോ, അതും എല്ലാവരും എടുക്കുന്ന കോഴ്സുകളൊക്കെ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ അഡാപ്റ്റഡ് ആവും. ഇപ്പോൾ എന്തായാലും ആ ഒരു തോട്ടിലേക്ക് നിങ്ങൾ പോകണ്ട. ഞാൻ പറഞ്ഞതാണ്, ഇടുമ്പോൾ മാക്സിമം എഫേർട്ട് ഇടാം. മാക്സിമം എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ താഴോട്ടുള്ളൊരു കോഴ്സെങ്കിലും കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ പ്രാപ്തരാകത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്. നെഗറ്റീവായിട്ടൊന്നും എടുക്കേണ്ട. നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സിൽ MBBS എന്നുള്ളൊരു ലക്ഷ്യം തന്നെ ഫിക്സ് ചെയ്ത് അത് തന്നെ കിട്ടുമെന്നുള്ള രീതിയിൽ റിപ്പീറ്റഡായിട്ട് എഫേർട്ട് ഇടുക. പിന്നെ ഇപ്പോഴേ ഒരു റിപ്പീറ്റിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കേണ്ട. അത് നമുക്ക് അപ്പം നോക്കാം. നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. ഇപ്പം നിങ്ങൾ നന്നായിട്ട് പഠിച്ചാലേ ഇൻ കേസ് ഇപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ളൂ. ഇപ്പം എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ അടുത്ത പ്രാവശ്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതും പോവും ഇതും പോവും. മനസ്സിലായോ? അപ്പോൾ എന്തായാലും ഇപ്പം മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പോവുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാനൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, നീറ്റ് 2026 വേണ്ടിയിട്ട് മാത്രമായിട്ട്. അവിടെ നിങ്ങൾക്ക് ബ്രില്യൻറ്റിലെ കഴിഞ്ഞ കൊല്ലത്തെ വീക്ക്ലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എനിക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്നുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ അതിനകത്തിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനകത്തിലൊന്ന് ജോയിൻ ചെയ്തോ. ഞാൻ അതിനകത്തിൽ ലിങ്കായിട്ടായിരിക്കും ഇടുന്നത്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.